പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. അങ്ങനെ ഡ്യൂറൻ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ ആദ്യ മത്സരത്തിൽ അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സെമി ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ ആർമിയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ഇന്ത്യൻ ആർമിയെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. എന്തായാലും ISL ക്ലബ്ബായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അവർ സെമി ഉറപ്പിച്ചിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട 2 പേരാണ് ഇരു ടീമുകളുടെയും ഗോൾ കീപ്പേഴ്സ്മാർ. എന്തായാലും നോർത്ത് ഈസ്റ്റ് ഇന്ന് കൂടുതൽ ഗോളുകൾ നേടേണ്ടതായിരുന്നു. അതിനൊക്കെ തടയിട്ടത് ഇന്ത്യൻ ആർമിയുടെ ഗോൾ കീപ്പർ തന്നെയാണ്. അദ്ദേഹം മികച്ച പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ നടത്തിയത്. എന്നാൽ മറുവശത്തേക്ക് എത്തുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പറായ ഗുർമീത് സിംഗും മികച്ച പ്രകടനമാണ് ഇന്ന് നടത്തിയത്. എന്തായാലും ഇന്ത്യൻ ആർമിക്ക് ധാരാളം ഗോൾ നേടേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ തടയിട്ടത് ഗുർമീത് സിംഗ് എന്ന് പറയുന്ന ഈ ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു. എന്തായാലും മികച്ച പ്രകടനം തന്നെ ഇരു ടീമുകളുടെയും ഗോൾ കീപ്പേഴ്സ്മാർ പുറത്തെടുത്തു. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ എതിരാളികൾ ആരാണെന്ന് അറിയാനായി സെമിയിൽ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഇനിയും ക്വാർട്ടർ ഫൈനലിലെ മത്സരങ്ങൾ വരാനുണ്ട്. ഇന്ന് രാത്രി ഈസ്റ്റ് ബംഗാളിൻ്റെ മത്സരം വരുന്നു. ഷിലോങ് ലെജോങ്ങിനെതിരെയാണ് മത്സരം വരുന്നത്. അതിൽ വിജയികളെ നമുക്കിനി അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും ബംഗളൂരു FCയുടെയും മോഹൻ ബഗാൻ്റെയും ഒക്കെ മത്സരങ്ങൾ വരാനുണ്ട്. അതിനുശേഷം മാത്രമേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ എതിരാളികൾ സെമി ഫൈനലിൽ ആരാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരം ആവേശകരമായി പൂർത്തിയായിരിക്കുന്നു. ഇനി രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്കാണ് നടക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ ഷിലോങ് ലെജോങ്ങിനെതിരെ.